വടകര MDMA കേസിൽ നിർണായക കണ്ടെത്തലുകളുമായി അന്വേഷണ സംഘം. അധ്യാപകർ ലക്ഷ്യം വെച്ചത് പെൺകുട്ടികളെ എന്നും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നവരെ നിരന്തര ചാറ്റിംഗിലൂടെ ലഹരി കണ്ണിയാക്കിയെന്നും കണ്ടെത്തൽ. ഫുഡ് ആപ്പിന്റെ മറവിലായിരുന്നു ലഹരി എത്തിച്ചു നൽകിയിരുന്നത്. ലഹരി ഉപയോഗിക്കാൻ പണമില്ലാതെ വന്നതോടെയാണ് അധ്യാപകർ ഏജന്റുമാരായി മാറിയതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. കൂടുതൽ അധ്യാപകരെ ലഹരി കണ്ണിയിൽപ്പെടുത്താനുള്ള ശ്രമം നടന്നതായും കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി സരീഷ് PK ചേരുന്നുണ്ട്. സരീഷ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർ ഈ മയക്കുമരുന്ന് ഇടപാടുകളിൽ പങ്കാളികളായി എന്നത് തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിനപ്പുറം ഇവർ ഭക്ഷണ വിതരണത്തിന്റെ മറവിലും ഒക്കെ ഈ ലഹരി വിതരണം നടത്തിയിരുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്താണ് വിവരങ്ങൾ? നിലവിൽ SIT കണ്ടെത്തിയിരിക്കുന്നത് ഈ 3 അധ്യാപകർ, ആ അധ്യാപികമാർ വിദ്യാർത്ഥികളെയാണ് കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത്. അതിൽ കോളേജ് വിദ്യാർത്ഥികളെയാണ് ആദ്യം ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ അല്ലെങ്കിൽ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളെ നിലവിൽ അറസ്റ്റിലായ ജിജിൽ വഴി ആദ്യം പരിചയപ്പെടുന്നുണ്ട്, അവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്ന ഈ അധ്യാപികമാർ ചില വീഡിയോകളൊക്കെ ഇവരുടെ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ളവയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ യാത്ര ഈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തുടർച്ചയായി ഇവർ മൂന്ന് പേരും യാത്ര ചെയ്തിരുന്നു. ആ ചിത്രങ്ങളൊക്കെ ഈ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ളവയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ആകർഷകരായി വരുന്ന വിദ്യാർത്ഥിനികളോട് ഈ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും അതിൽ തന്നെ ഈ ലഹരിയുടെ അല്ലെങ്കിൽ പുതിയ ജനറേഷനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. പിന്നീടാണ് ഈ ലഹരി എന്താണ് ഉപയോഗിക്കുന്നത്, ലഹരി ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നിരന്തര ചാറ്റിങ്ങിലൂടെ ഇവരെ ലഹരി കണ്ണികളാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ചില ഡോസുകൾ ഉൾപ്പെടെ സൗജന്യമായി നൽകുന്നു. പിന്നീട് വലിയ തോതിൽ പണം ആവശ്യപ്പെടുന്ന രീതിയാണ് ഇവർ അവലംബിച്ചിരുന്നത് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ആദ്യം ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് ഇവർ എത്തുന്നത് ഉപഭോക്താക്കൾ എന്ന രീതിയിലാണ്. മറ്റ് സുഹൃത്തുക്കൾ വഴിയാണ് ഈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള യാത്രക്കിടയിലാണ് ഇവർ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് അത് നിരന്തരമായി ആവശ്യമായി വരുന്നു. പക്ഷേ 12,000 രൂപ മാത്രമാണ് ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശമ്പളത്തിനപ്പുറത്തേക്കുള്ള ചിലവ് ഇവർക്ക് വരുന്നു. അങ്ങനെയാണ് ഏജന്റുമാരായി മാറാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യം ഈ ജിജിൽ, നിലവിൽ കസ്റ്റഡിയിലുള്ള ഫുഡ് ആപ്പിലെ വിതരണക്കാരനായ ജിജിലുമായി പരിചയപ്പെടുന്നു. അങ്ങനെയാണ് മറ്റ് ശൃംഖലയിലേക്ക് കൂടി ഇവർ എത്തുന്നത്. അങ്ങനെ പുറം ലോകം അറിയാത്ത ഒരു ഇടനിലക്കാർ എന്ന രീതിയിലേക്ക് ഇവർ മാറുന്നു. അതിന് ജിജിൽ കാര്യമായി വെച്ചിരുന്നത് ഇവരുടെ അധ്യാപകർ എന്നുള്ള ഒരു മുഖമാണ്. ആ അധ്യാപകരായതുകൊണ്ട് തന്നെ കൂടുതൽ സംശയിക്കില്ല എന്നുള്ള ഉറപ്പിന്റെ ഫലത്തിലായിരുന്നു ഇവർ ഈ ലഹരി കടത്തിലേക്ക് വരുന്നത്. ആദ്യം പ്രാദേശികമായുള്ളൊരു വിതരണമാണ് നടന്നിരുന്നെങ്കിൽ പിന്നീട് വടകര, പേരാമ്പ്ര, കോഴിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഇവരുടെ ശൃംഖല വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികളെ കൂടി ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് കൂടുതൽ അധ്യാപികമാരെ BRC പേരാമ്പ്ര എന്നതിനപ്പുറത്തേക്ക് നേരത്തെ ഇവരുമായി ഒരുമിച്ച് പഠിച്ച, നിലവിൽ പല മേഖലകളിലും ജോലി ചെയ്യുന്ന, പല സ്കൂളുകളിലും ജോലി ചെയ്യുന്ന, TTC ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുള്ള അധ്യാപികമാരെ കൂടി ഇതിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ആരെയും ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പണമിടപാടുകൾ നടത്തിയതായോ വിവരമില്ല. പക്ഷേ കൂടുതൽ കണ്ണികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂംബ ക്ലാസ്, ബൺ വിൽപ്പന, ഇത് രണ്ടും ഇവർ മറയാക്കിയിരുന്നു എന്നുള്ളതാണ്. ഈ സൂംബ ക്ലാസ് നേരത്തെ കാവ്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കീർത്തന ഉൾപ്പെടെയുള്ളവർ സൂംബ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. ലഹരിയുടെ ഭാഗമായി അല്ലെങ്കിൽ ലഹരി വിമുക്ത കേരളം നവീകരണത്തിന്റെ ഭാഗമായൊക്കെയുള്ള പരിപാടികളിൽ സൂംബ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തണം എന്ന് ഈ അധ്യാപകന്മാർ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ആ സൂംബ ക്ലാസിന്റെയും അതോടൊപ്പം തന്നെ ബൺമസ്ക വിൽപ്പനയുടെയും ഒക്കെ മറവിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ ലഹരി കടത്ത് നടത്തിയിട്ടുണ്ട് എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വടകരയിൽ മാസങ്ങൾക്ക് മുൻപ് വലിയ രീതിയിൽ MDMA പിടികൂടിയിരുന്നു. ആ MDMA എത്തിച്ചത് ഈ അധ്യാപികമാർ ഉൾപ്പെടുന്ന റാക്കറ്റിന് വേണ്ടിയാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു ശൃംഖലയിലേക്കാണ് ഈ അധ്യാപികമാരിലൂടെ SIT എത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.